കോട്ടയം ജില്ലയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായുള്ള സ്പെഷ്യൽ പരിശീലനം ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളി, പാല, ഈരാറ്റുപേട്ട എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായുള്ള ക്ലാസുകൾക്ക് പാല അഗ്നിരക്ഷാ നിലയത്തിൽ തുടക്കം കുറിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഈരാറ്റുപേട്ട സ്റ്റേഷൻ ഓഫീസർ കലേഷ് കുമാർ കെ നിർവഹിച്ചു. ഒരു അപകട രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നമ്മുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പല അവസരങ്ങളിലും പ്രവർത്തിച്ച് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതികൾ തന്നെ അവലംബിച്ച് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സേനാ വിഭാഗത്തിൻ്റെ ഒരു അംഗം കൂടിയാണ് നമ്മുടെ സിവിൽ ഡിഫൻസ് വിഭാഗം. അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ വോളണ്ടറി ആയിട്ട് തന്നെ ഇതിലേക്ക് തന്നെ കടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിവിധങ്ങളായിട്ടുള്ള ട്രെയിനിങ് പല സ്റ്റേജുകൾ കടന്നെത്തി ഈ ഒരു ലെവലെത്തിയിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പല സന്ദർഭങ്ങളിലും നടത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നടത്താൻ ഒരു അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം. അതിലുപരി ഈവൻ നമ്മുടേതായിട്ടുള്ള എന്താ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു അപ്രോച്ച് പല സന്ദർഭങ്ങളിലും നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ തന്നെയാണ്. പാല ഫയർ സ്റ്റേഷൻ ഓഫീസർ ജോസഫ് അധ്യക്ഷനായിരുന്നു. സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ സിജി മരുതോലിൽ സ്വാഗതവും ഹരികുമാർ മറ്റകര നന്ദിയും പറഞ്ഞു. മുഖ്യ പരിശീലകനായ കാഞ്ഞിരപ്പള്ളി നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഫൽ പി എ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബിനു സെബാസ്റ്റ്യൻ, കെ കൃഷ്ണകുമാർ, ഹോംഗാർഡ് അനീഷ് ജോർജ്, ബിനു പെരുമന, റഹീം തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വെള്ളപ്പൊക്ക ദുരന്ത രക്ഷാപ്രവർത്തനം, താൽക്കാലിക പാലം നിർമ്മാണം, വാട്ടർ റെസ്ക്യൂ ഓപ്പറേഷൻ, വിവിധ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയവയിൽ തിയറിയും പ്രാക്ടിക്കലും പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശീലനം മാർച്ച് 16 സമാപിക്കും.